നമസ്കാരം, ഞാൻ അജിത ശിവപ്രസാദ്. UDF സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രിയദർശിനി എന്ന പേരിൽ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൌജന്യ യാത്ര എന്ന പദ്ധതി പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. ഈ വരുന്ന ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 8:30 തമ്പാനൂർ സ്റ്റാൻഡിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നു. പ്രായഭേദമന്യേ എല്ലാ വിഭാഗം സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ ഉള്ളവർക്ക് പ്രയോജനം ലഭിക്കും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. കുറഞ്ഞ വരുമാനമുള്ള സ്ത്രീകൾക്ക് അവരുടെ ജീവിത ചെലവിൽ ആശ്വാസം ലഭിക്കുന്നത് വഴി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കും. കൂടാതെ സ്ത്രീകൾ കൂടുതൽ പൊതുയിടങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിനും തൊഴിൽ മേഖലകളിൽ സജീവമാകുന്നതിനും അവരുടെ ചെലവഴിക്കൽ ശേഷി, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നിവയൊക്കെ വർദ്ധിക്കാനായിട്ട് ഈ പദ്ധതി സഹായകരമാകും. 100 ദിവസത്തെ ട്രയൽ റൺ ആയിട്ടാണ് ആദ്യഘട്ടങ്ങളിൽ ഓർഡിനറി ബസ്സുകളിലാണ് ഈ സൌജന്യ യാത്ര നടപ്പിലാക്കി വരുന്നത്. KSRTCക്ക് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വഴി 800 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വഴി KSRTCക്ക് അധിക ബാധ്യത വരാതിരിക്കാൻ സർക്കാർ ഈ പണം നൽകും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത. സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതികൾ ഒരു സംസ്ഥാനത്തിന്റെ വികസനത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്നു. UDF സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ജനകീയ പദ്ധതികൾ വളരെയേറെ അഭിനന്ദനമർഹിക്കുന്നതും സ്വാഗതാർഹവുമാണ്. ഇത്തരത്തിലുള്ള ജനകീയ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു.